നിങ്ങളാണ് താരം. You are the star. With RJ Shiffin. आपकी नजरों ने समझा प्यार के काबिल मुझे दिल की धड़कन ठहर जा मिल गई मंजिल मुझे आपकी नजरों ने समझा. അങ്ങനെ മനോഹരമായി പാട്ട് പാടിക്കൊണ്ട് തുടങ്ങുകയാണ് ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ മലയാളം 98.6-ൽ നിങ്ങളാണ് താരം. ഷിഫിൻ കൂടെയുണ്ട്. എന്റെ കൂടെ ഇത്രയും ഗംഭീരമായിട്ട് പാട്ടൊക്കെ പാടി നഫ്ല സാജിദാണ്. ഹലോ. ഹായ്. നഫ്ല നാട്ടിൽ നിന്നും വെക്കേഷന് ഖത്തറിലേക്ക് വന്നേക്കുവാണ്. പക്ഷെ നാട്ടിലെ ഗംഭീരമായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളാണ്. ഇവിടെ വന്ന് ഇങ്ങനെ പാട്ട് പാടലിന്റെ തുടക്കത്തിലെത്തിയിരിക്കുകയാണല്ലേ? ഓക്കെ. നാട്ടിലെവിടെയാണ് കേൾക്കട്ടെ? നാട്ടില് കൊച്ചിയില് പനിപ്പള്ളിയാണ് എന്റെ സ്വദേശം. ഓക്കെ. അപ്പോ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ നാടാണ്. ഇപ്പം വായിക്കാൻ മുതല് കുറെ ഗായകരും അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് കൊച്ചി. നഫ്ലയെ കുറിച്ച് പറഞ്ഞാൽ ഒരു സംഗീത കുടുംബത്തിൽ നിന്ന് വന്നയാളാണെന്ന് കൂടി പറയേണ്ടതായിട്ടുണ്ട്. അതെ. ഗ്രാൻഡ് ഫാദർ മുതല് മ്യൂസിഷ്യൻസ് ആണ്. എന്റെ ഫാദർ ഒരു മ്യൂസിഷ്യൻ ആയിരുന്നു. ഫാദറിന്റെ ബ്രദറാണ് അഫ്സൽ, പ്ലേ ബാക്ക് സിംഗർ അഫ്സൽ. അൻസാർ അദ്ദേഹത്തിന്റെ തന്നെ പ്ലേ ബാക്ക് സിംഗർ ആണ് അൻസാർ. ഷക്കീർ, അതുപോലെ തന്നെ ഒത്തിരി അറിയപ്പെടുന്ന ഈ ഫീൽഡിൽ അറിയപ്പെടുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് എന്റെ ഫാമിലിയിൽ നിന്ന്. ലൈഫിലെ ഓരോ ഗ്രോത്തും ഈ മ്യൂസിക്കലി റിലേറ്റഡ് ആണ്. ബ്രദർ യാസർ അഷ്റഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. റിതം പ്രോഗ്രാമറും മ്യൂസിക് ഡയറക്ടറും. പിന്നെ ദീപക് ദേവ് സാറിന്റെ പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ആളാണ്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സും നല്ല സിംഗേഴ്സാണ്, പീല, ജസീല. അപ്പോൾ ഞാനിത് കേട്ടും കണ്ടുമൊക്കെയാണ് വളർന്നത്. അപ്പോൾ എന്റെ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ ഒരു 2.5-3 വയസ്സ് മുതൽ തന്നെ പാടി തുടങ്ങി. ഇപ്പോ വീട്ടുകാര് എല്ലാവരും കൂടുമ്പോ തന്നെ ഒരു പാട്ടിന്റെ ഒരു മേളമായിരിക്കും. അതെ. ഇപ്പൊ ഫംഗ്ഷനൊക്കെ വന്നാൽ തന്നെ പുറത്തൊന്നും ഒരു പാട്ടുകാരില്ല, ഓൾറെഡി ഉണ്ട്. ഓർക്കസ്ട്ര വരെ വെളിയിൽ നിന്ന് വിളിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിലെ പാട്ട് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടോ? അന്ന് അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും അല്ലല്ലോ പഠിക്കണേ. ഇങ്ങനെ ചെറുതിലേക്ക് എന്തൊക്കെയോ അങ്ങനെ അവിടെ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞു. ഇപ്പോ ഹസ്ബൻഡാ പറഞ്ഞത് എന്റെ ഒരു ഫീൽഡ് മ്യൂസിക്കാണ്. ഞാനങ്ങനെ വിശാരദ് മ്യൂസിക്കൽ അഖില ഭാരത് വിശാരദ് ചെയ്തായിരുന്നു. എന്റെ ഗുരു ഉസ്താദ് ഫയാസ് ഖാൻ, വിജയ് സുർസേൻ, പിന്നെ പത്മിനി റാവു, ഒരു 3 പേരാണ്. അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. സിത്താര പ്ലേ ചെയ്യും ഞാൻ. ഇപ്പൊ കൃഷ്ണകുമാർ സാറാണ് എന്റെ. പാട്ട് മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്. മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട്. ചെറുതായിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ അത് സീരിയസ് ആയിട്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണല്ലോ നമ്മൾ അതിനു വേണ്ടി ചെയ്യണം. നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് പറയുകയും ചെയ്യൂല്ലേ? നഫ്ലയുടെ ആ ഒരു മ്യൂസിക്കൽ ജേണി മാത്രമല്ല, ഫാമിലിയുടെ ഒരു മ്യൂസിക്കൽ ജേണി, അതിനെ കുറിച്ചൊക്കെ നമുക്കറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആരിലേക്ക് പോകാം? ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്റെ ഗ്രാൻഡ് ഫാദറിനെയാണ്. SM ഇസ്മായിൽ. അദ്ദേഹം കൊച്ചിയിൽ അറിയപ്പെടുന്ന, ഇവൻ ഉമ്പായിക്ക അവരുടെയൊക്കെ ആ ഒരു ഡെവലപ്മെന്റ് സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. വാപ്പച്ചി എന്നാണ് നമ്മളെല്ലാരും വിളിക്കണത്. അപ്പൊ വാപ്പച്ചിയാണ് എന്റെ ഓർമ്മയില്. അതിനു മുമ്പേ ഒരു ജനറേഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. വാപ്പ പറയണ കേട്ടിട്ടുണ്ട്. വാപ്പച്ചിന്റെ ഉമ്മ അന്നത്തെ കാലത്ത് ആ ഒരു ഏജില് ഹാർമോണിയം വായിച്ച് കർണാട്ടിക് മ്യൂസിക് പാടണ ഒരു സ്ത്രീയായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോ എത്രത്തോളം അന്നത്തെ ആ ഒരു സമയത്ത് അപ്പൊ മുതലേ ഉണ്ട്. പിന്നെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ മ്യൂസിഷ്യൻസ് ആയിരുന്നു ഈ പറഞ്ഞ വാപ്പച്ചിന്റെ 2 മാമമാർ. അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെല്ലുപ്പാട് കാര്യം പറയണെങ്കിൽ വാപ്പച്ചി അദ്ദേഹം അന്നത്തെ കാലത്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ബാബുക്ക എന്റെ ആ ഒരു പാട്ടിന്റെ ശൈലി അതൊക്കെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മ്യൂസിക്കലി ബാക്ക്ഗ്രൗണ്ട് തന്നെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. പപ്പയായിരുന്നു എന്റെ ഫാദറായിരുന്നു ഏറ്റവും മൂത്തത്. പിന്നെ 9 മക്കളുണ്ട്. ഈ 9 മക്കളിലും മ്യൂസിക്കിന്റെ ഗ്ലിംസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സും ഉണ്ട്. പിന്നെ അത് തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഇപ്പൊ ഇതപ്പോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ആർട്ടിസ്റ്റ് എന്നേ ഉള്ളൂ. ഇപ്പൊ ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പറയണെങ്കിൽ അവരുടെ കുറെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് അഫ്സലിക്കയിലേക്ക് പെട്ടെന്ന് ഓടി വരേണ്ടതായിട്ടുണ്ട്. ചാച്ച ശരിക്കും, ഞാൻ ചാച്ചാന്നാ വിളിക്കണത്. ചാച്ച ശരിക്കും എന്റെ ഓർമ്മയില് മെലഡി മാത്രം പാടിയിരുന്ന, SPBയുടെ മെലഡി ഒക്കെ പാടിയിരുന്ന ആളായിരുന്നു. ഞാനൊക്കെ ഇപ്പൊ ചെറുതായിരുന്നു. ആദ്യം വലിയേട്ടൻ എന്ന് പറഞ്ഞ ഫിലിമിലായിരുന്നു. പിന്നെ അത് ഫിലിം മൂവിയിൽ വന്നില്ലായിരുന്നു ആ പാട്ട്. പിന്നെ അത് കഴിഞ്ഞ് രാക്ഷസി, കല്യാണരാമല്ല സോങ്സ്, അത് ഏകദേശം ആ ഒരു ടൈമിലായിരുന്നു ഇറങ്ങിയിരുന്നു.
അപ്പോൾ അത് എന്താ പറയാ, കുറച്ച് ഫാസ്റ്റ് നമ്പർ ആയിരുന്നു. പിന്നെ ചാച്ചൻ ആ യുണീക്ക് ആയിട്ടുള്ള ഒരു ടോണ് എല്ലാവരും അട്രാക്ട് ചെയ്തു. പിന്നെ അതങ്ങോട്ട് എന്താ പറയാ, എല്ലാവരും ജനങ്ങളെ ഏറ്റെടുത്തു. നഫ്ല ഇടയ്ക്ക് നാട്ടിൽ നിന്നും ഖത്തറിലേക്ക് വരുന്നു, കുറച്ചാൾ ഇവിടെ നിൽക്കുന്നു, തിരികെ പോകുന്നു. ഖത്തറിൽ ഇതുവരെ പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ഒന്ന് പൊളിക്കണ്ടേ? അതെ, ഞാൻ ഇവിടെ വരുമ്പോ എല്ലാരും പറയും ഇങ്ങനെ കണക്ട് ചെയ്യണം, പ്രോഗ്രാംസ് ചെയ്യണം എന്ന് വെച്ചാൽ എന്റെ മെയിൻ ജോണർ ഗസലാണ്. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഒത്തിരി പേരുണ്ട്. പിന്നെ അതൊരു ഷോർട്ട് ടേമിനാണല്ലോ വരുന്നത്. അപ്പൊ അതങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഒക്കെ പഠിച്ച ആളാണ്, നമുക്ക് അതിനെ കുറിച്ചൊന്ന് അറിയാം. പപ്പാക്ക് ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആന്ന് വെച്ചാൽ എന്റെ ചെറുതിലെ മുതൽ റഫി സാബിന്റെയും ലതാജിയുടെ സോങ്സ് ഒക്കെ കേട്ടിട്ട്, അതോടൊപ്പം മെഹന്തിഹസൻ സാബ് ഗസൽ കിങ് എന്നൊക്കെ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പപ്പ പാടി കേട്ട്, അപ്പോ സ്വാഭാവികമായിട്ട് അതിനോടൊരു ഇഷ്ടം ഉണ്ടാവും. അതിന്റെ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ, ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ഗുണം ചെയ്യും. അത് പഠിക്കാത്തവരും ഇത് പഠനമുണ്ട്. അങ്ങനെ അക്കാഡമിക് സ്റ്റഡീസ് +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡ് ഇനി അടുത്ത എൻ്റെ ഒരു കരിയർ എന്താണെന്ന് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ എന്തായാലും നിന്റെ ഒരു ടേസ്റ്റ് മ്യൂസിക്കാണ്, അപ്പൊ എന്തൊരു ജോബ് ഉണ്ടായാലും, എനിക്ക് ജോബ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞത് നിന്റെ ഫീൽഡ് അല്ല, മ്യൂസിക് തന്നെ നോക്ക്. അങ്ങനെ വിജയ് സുർസൈൻ സാറിന്റെ അടുത്ത് വിശാരത്ത് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അതോടൊപ്പം ഫയാസ്റ്റിന്റെ ഉസ്താദ് ഫയാസ് ഖാൻ, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. പിന്നെ പത്മിനി റാവു, ഇവനിങ്ങനെ എന്താ പറയാ, നമ്മുടെ ക്ലാസ്സസ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടേതായിട്ടുള്ള കുറെ മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻസ് ചെയ്തു. നാട്ടിൽ ഒരുപാട് ഇതുപോലെ കോൺസേർട്ട് ചെയ്തിട്ടുണ്ടോ? നാട്ടില് ഒത്തിരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോ നഫ്ല വോക്ക് ടൂൾസ് എന്ന പേരിൽ ഒരു ട്രെയിനിങ് ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ടല്ലേ? അത് ഞാനും ബ്രദറും കൂടിയാണ് ചെയ്യണത്. മെയിൻലി ഇപ്പൊ പ്രൊഫഷണലി നിൽക്കുന്ന സിംഗേഴ്സിന് അവരുടെ സിംഗിങ് ലെവൽ ഒന്ന് ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. അത് വർക്ക്ഷോപ്പ് ആയിട്ടും 3 months എക്സ്റ്റെൻഡ് ചെയ്യണ ക്ലാസ്സസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പാടാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അത് എങ്ങനെയാണ് അതൊരു പെർഫോമിംഗ് ലെവലിൽ എത്തിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ അതെ. അതോടൊപ്പം തന്നെ ഹയാൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്നുണ്ട്. അത് കൂടുതലും ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ അത് ഫോക്കസ് ചെയ്തിട്ടാണ്. അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അത് ഓൺലൈനും ചെയ്യേണ്ട, വേൾഡ് വൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പഠിപ്പിക്കുക, പാട്ട് പാടുക, രണ്ടും രണ്ടാണ്. അതെ. അപ്പൊ ഈ പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ശരിക്കും 2 കാറ്റഗറിയാണ്. ഒരു പെർഫോമറിന് ചിലപ്പോ നല്ലൊരു ടീച്ചർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ടീച്ചറിന് നല്ലൊരു പെർഫോമർ ആവാൻ പറ്റില്ല. എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പഠിച്ച കാര്യങ്ങൾ അതൊന്ന് എന്താ പറയാ, അതിൽ നമുക്കൊരു ഉറപ്പുണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പഠിച്ചത് അങ്ങനെ വിട്ടുപോയി പിന്നെ ഒരു പെർഫോമിംഗ് ലെവലിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി കൂടിയാൽ അത് അങ്ങനെ വിട്ടുപോകും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാനത് പർപ്പസ്ഫുള്ളി സ്റ്റാർട്ട് ചെയ്തതല്ല. 1-2 സ്റ്റുഡൻസ് ക്ലാസ് എടുക്കോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി തുടങ്ങിയപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു 40+ സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് കുറച്ച് സ്റ്റുഡൻസ് ഓൺലൈനായിട്ട്. ആദ്യമായി ഒരു സിനിമയിൽ പാട്ടുപാടി, ഇനി ചർച്ചകൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ പ്രോജക്ട്സുകളൊക്കെ കയ്യിലുണ്ടോ? അതൊക്കെ കേൾക്കട്ടെ. പറയാൻ പറ്റി എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു മൂവിയില് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. നമ്മൾ ആ മേഖലയിലും കൈവച്ചു. ഓക്കെ, അപ്പൊ അത് ഷമീർ ഭരതൻ നൂർ സാറിന്റെ അനക്കെന്തിന്റെ കേടാണെന്ന് പറയുന്ന മൂവി. അതിൽ ഞാനും ബ്രദറും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങള് അസോസിയേറ്റ് ചെയ്ത് കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബ്രദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താ പറയാ, കുറെ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാ ഞാൻ അറിയപ്പെടുന്ന തന്നെ യാസറിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അത്രയും സ്നേഹമാണ് ഈ ഫീൽഡിൽ. നല്ല ഒരു റിതം പ്രോഗ്രാമറാണ്. റിതത്തിലാണ് ആള് മെയിൻ ജീനിയസ് ആയിട്ടുള്ളത്. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ഉണ്ട്. നല്ല സിംഗറാണ്. സെലിബ്രിറ്റി സിംഗേഴ്സിന്റെ മിക്ക ഷോസും ചെയ്യണത് പുള്ളിയാണ്. ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫാമിലിയെ കുറിച്ച് കൂടി അറിയണം. ഓക്കെ, ഹസ്ബൻഡ് സാജിദ് ഷംസ്, മാധ്യമം ഖത്തറിലെ റീജിയണൽ മാനേജറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയൊരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ പറയണ്ടല്ലോ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫാമിലി ആയാലും അവരുടെ സപ്പോർട്ടും ഉണ്ട്. പിന്നെ മക്കള് 2 ആൺകുട്ടികൾ
ആൺകുട്ടികളാണ്. മൂത്ത മോന് 10th പഠിക്കുന്നു, ചെറിയ ആള് 2nd സ്റ്റാൻഡേർഡിൽ. അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ എന്തായാലും റേഡിയോ മലയാളത്തിന്റെ എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നഫ്ലയുടെ പ്രോഗ്രാം ഖത്തറിൽ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. താങ്ക് യു. അതോടൊപ്പം തന്നെ ഉപ്പയുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പയും നഫ്ലയും കൂടെ ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു സോങ് ഉണ്ടല്ലോ, ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത് പപ്പയുടെ പാട്ട് കേട്ടാണ്. പപ്പ മരിച്ചിട്ട് 1 വർഷം മേലെയായി. പക്ഷെ ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ ആവും. അതോടൊപ്പം തന്നെ അതിന്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ ഉപ്പയും മകളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് വളരെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇപ്പോൾ യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ നഫ്ല സാജിദ് എന്ന യൂട്യൂബ് അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സോങ് കാണാൻ കൂടി പറ്റും. ആ സോങ് സ്പെഷ്യൽ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. നമുക്ക് അവസാനം അത് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ നിങ്ങളാണ് താരത്തിന്റെ അവസാനത്തിലേക്ക് പോകാം. ഒരിക്കൽ കൂടി റേഡിയോ മലയാളത്തിന്റെ എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് നഫ്ലയ്ക്ക് അറിയിക്കുകയാണ്. നിറയെ പാട്ടുകൾ പാടുക, എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. താങ്ക് യു. अभी न जाओ छोड़ कर के दिल अभी भरा नहीं, अभी न जाओ छोड़ कर के दिल अभी भरा नहीं. अभी अभी तो आई हो, अभी अभी तो, अभी अभी तो आए हो, बाहर बन के छाए हो. हवा जरा महक तो ले, नजर जरा बहक तो ले, ये शाम ढल तो ले जरा. ये शाम ढल तो ले जरा, ये दिल संभल तो ले जरा. मैं थोड़ी देर जी तो लूं, नशे की घूंट पी तो लूं, नशे के घूंट पी तो लूं. अभी तो कुछ कहा नहीं, अभी तो कुछ सुना नहीं, अभी ना जाओ छोड़ कर के दिल अभी भरा नहीं. अभी न जाओ छोड़ कर के दिल अभी भरा नहीं.